ഘട്ടത്തിൽ പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിലേക്ക് എനിക്ക് കയറി വരേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സാധിക്കുന്ന ശാസ്ത്രങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അന്ന് രാത്രി പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തോടൊപ്പം അതുകൊണ്ട് സാധിക്കൽ തങ്ങളെ കണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ ഈ സ്ഥാനം ഉപേക്ഷിക്കാൻ. ഒരുപക്ഷെ ഈ തെരുവുകളിൽ ഇങ്ങനെ ഈ സംഘടനയെ വലിച്ചു കയറുമ്പോ ഫറൂഖ് കോളേജിന് യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടുമ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടുമ്പോ ഒരു കള്ളക്കഥകളുടെ പേരിൽ സർവകലാശാലകളെ യൂണിറ്റ് കമ്മിറ്റികൾ പിരിച്ചുവിടുന്ന ഒരു ഘട്ടത്തിൽ അതുകൊണ്ട് തങ്ങളോട് ഞാൻ പറഞ്ഞു ഈ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കാൻ. ജീവിതകാലം ഇത്രയും സമർപ്പിക്കപ്പെട്ടത് ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ സംഘടനയ്ക്ക് ഒരു പോറലേൽക്കുക എന്നത് നമുക്ക് വേദനയുള്ള കാര്യമാണ്. വ്യക്തിപരമായ പോറലുകളല്ല, സംഘടന കേൾക്കുന്ന വേദന. ഒരുപക്ഷെ ഒരു വ്യക്തി മാറിയേക്കാം. സംഘടന എന്ന് പറയുന്നത് അത് കൈമാറി വന്ന അമാനത്താണ്, അതിനെയും കൈമാറാനുള്ള അമാനത്താണ്. അങ്ങ് രാജ്യസന്നദ്ധ പ്രിയങ്കരനായ സാദിഖ് അലി ശിഹാബ് തങ്ങളെ അറിയിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം സ്നേഹത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. സോഷ്യൽ മീഡിയ പേജുകളല്ല അത് നിന്നെ ഏൽപ്പിച്ചത്, ചാനൽ മുറികളല്ല നിന്നെ ഏൽപ്പിച്ചത്, പാർട്ടി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ്. അത് നടപ്പിലാക്കാൻ നവാസിന്റെ ബാധ്യതയുണ്ട് എന്ന് പറയുമ്പോ ആ പടിയിറങ്ങുന്ന ഘട്ടത്തിൽ മനസ്സിലുറപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇനി നിരാശയുടെ കണ്ണുനീരുമായി ഈ പടി കയറേണ്ടി വരില്ല. ആത്മവിശ്വാസത്തോടു കൂടി പടിയിറങ്ങി പോകുമ്പോ പിന്നീട് ഓരോ ഘട്ടത്തിലും ആ തറവാട്ടിലേക്ക് കയറി വരുമ്പോ കൈകളിൽ സെനറ്റ് മെമ്പർമാരുണ്ടായിരുന്നു, യൂണിയൻ ഭാരവാഹികൾ ഉണ്ടായിരുന്നു. നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സർവകലാശാലകളിലെ ഭാരവാഹികളുമായാണ് അഭിമന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും തങ്ങളുടെയും അടുത്തേക്ക് നമ്മൾ കയറി വന്നത്.